അതിലുണ്ടല്ലോ അപ്പൊ നമ്മളിതാ ഈവനിങ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരുന്നപ്പോ പസുട്ടിന് ഇതാ വായിപ്പിക്കുക കേട്ടോ. അവന് കുറേ വായിക്കാൻ എഴുതാനൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് നാളെ അവർക്ക് കളർ ഡേ ആണ്. പസുട്ടിക്ക് ഇതാ റെഡ് കളർ തീമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനോട് നമുക്കിനി ഫ്ലവർ ഉണ്ടാക്കണം. പിന്നെ ഞാൻ കുറച്ച് ബലൂണ് വാങ്ങിച്ചിട്ടില്ല, അതൊക്കെയാണ് കൊടുക്കാമെന്ന് ചോദിച്ചാൽ. പിന്നെ റെഡ് ഡ്രസ്സാണ് കേട്ടോ അവർക്ക് ഇടാൻ പറഞ്ഞിട്ടുള്ള മിസ്സ്. അപ്പോൾ ഇതാ നമ്മളവനെ വായിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഹസുട്ടിയെ നാളെ റെഡാണ്. അപ്പം ഞാൻ ഇതുകൊണ്ട് ഫ്ലവർ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അസുട്ടിക്ക് വേണ്ടിയിട്ട് കളർഡേക്ക് വേണ്ടിയിട്ട് എല്ലാ സംഭവവും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായി. പിന്നെ മോർണിംഗ് നമ്മളിതാ ഓട്ടടയാണ് കേട്ടോ. അധിക ദിവസം ഇവിടെ ഓട്ടട ഉണ്ടാക്കാറുണ്ട്. കാരണം എന്താണെന്നല്ലേ, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, ചിക്കൻ കറി ഉണ്ടായിരുന്നു. പിന്നെ ഹസുവിന് വേണ്ടിയിട്ട് ഒരു തക്കാളി കറി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഓട്ടട ഉമ്മ ഉണ്ടാക്കുന്ന ഓട്ടട നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റുള്ള ഓട്ടടയാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ചെറുതായിട്ട് ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓവറായിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ ചെറിയ ഡ്രിങ്കും കാര്യങ്ങളൊക്കെ മോർണിംഗ് കുടിക്കാറുണ്ട് കേട്ടോ. അതിന് നല്ല രീതിയിൽ ഒന്ന് മെല്ലെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ ഫാസ്റ്റാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതാ തക്കാളി ജസ്റ്റ് ഒന്ന് വെള്ളമൊന്നും കാര്യമായിട്ട് ഒഴിക്കാതെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അസുട്ടിക്ക് ഇതാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അവന് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് റെഡ് തീമാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. റെഡ് കളറാണ്. അപ്പോൾ അവന് പുതിയതൊന്നും എടുത്തിട്ടില്ല. അവന് നോർമലി യൂസ് ചെയ്യുന്നൊരു ടീഷർട്ട് ഒരു ഇത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അത് ഞാൻ അയൺ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിൻ്റെ മോർണിംഗ് റൂട്ടീനും ചെറിയ കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ മോർണിംഗ് എന്നാൽ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് മുന്തിരിയില്ലേ, അതെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. എന്തിനാന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു മുന്തിരിയുടെ വെള്ളം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇതാക്കിയതിന് ശേഷം അത് കുടിക്കും ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു മുന്തിരി കഴിക്കും ചെയ്യും. നല്ലൊരു ഇതാണ്, ഹെൽത്തിയാണ്. പിന്നെ ഞാൻ നേരെ എൻ്റെ മോർണിംഗ് റൂട്ടീനൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യുകയാണ്. വാഷിംഗ് മെഷീനിൽ ഇടാനുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പണീൻ്റെ ഇട അത് അലക്കി ഡ്രൈ ആക്കി തരുമല്ലോ. പിന്നെ ഞാനിത് അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പോണേ. അപ്പോൾ ഇത് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുടിക്കുന്നുണ്ട്. നല്ല എഫക്റ്റാന്ന് പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ട്രൈ ചെയ്തിട്ട് നല്ല എഫക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഒരു ആഴ്ചയായിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് കോഫി പൗഡറിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു പീസ് ചെറുനാരങ്ങയോടും പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ കുടിച്ചാൽ നമ്മുടെ അടിവയറ്റിലൊക്കെയുള്ള ഫാറ്റ് കുറയുമെന്നാണ് പറയുന്നത്. എത്രത്തോളം എഫക്റ്റ് ഉണ്ടെന്ന് ഞാൻ യൂസ് ചെയ്തിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള റെഡ് തീമായിട്ടുള്ള കുറേ ഐറ്റംസ് ഞാനിത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു തോണി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ കുഞ്ഞൊരു പലയുണ്ട് കേട്ടോ, അത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരു കോഴിയുണ്ട് അവന് കളിക്കുന്നത്, അതും ഡ്രസ്സും എല്ലാം കൂടി ആയിട്ട് ഇത് ഞാൻ തലേ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്താൽ നമ്മൾ സ്കൂളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നൊരു സംഭവമാണ്. അപ്പം ഇങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവർ രൂപത്തിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞി തോണി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. റെഡ് കളറോട് എന്തെങ്കിലുമൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ. പിന്നെ കുറച്ച് ബലൂണുണ്ട്, അത് ഞാൻ നോർമലി ബലൂണും കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഇതാക്കിയതും കൊടുക്കുന്നുണ്ട്. പിന്നെ അവന് ഇഷ്ടപ്പെട്ട ഒരു കോഴിയാണ്, അപ്പോൾ അതും വെച്ചെടുത്തിട്ടുണ്ട്. 2 ബലൂണ് നല്ല ഹെയറൊക്കെ നിറച്ചിട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ അവന് കളിക്കാൻ യൂസ് ചെയ്യുന്നൊരു കുഞ്ഞൊരു പല ഉണ്ട് കേട്ടോ, അതോടെയും വെച്ചെടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ റെഡ് തീമായതുകൊണ്ട് തന്നെ റെഡ് കളറിൽ വരുന്ന ഡ്രസ്സും അതുപോലെ തന്നെ ടോയ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവൻ്റെ ഡയറിയും ഫുഡും മാത്രം മതിയെന്ന് പറഞ്ഞു. ബാക്കി പഠിപ്പും കാര്യമൊന്നും ഇല്ലാതൊന്നുമില്ല, ബാക്കിയുള്ള ബുക്സൊന്നും കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഹസുട്ടിന് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചായ കുടിക്കുന്നതാണ് ഗൈസ് ടാസ്ക്. ആൾ കുടിക്കാൻ ഭയങ്കര മടിയാണ് ഇപ്പോൾ. അപ്പോൾ ഇതാ ഓട്ടടയ്ക്ക് വെച്ച് കൊടുത്തിട്ട് പത്തിരി കഴിച്ചു കൊടുത്തിട്ടുണ്ട്, പത്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആൾ രാവിലത്തെ ഫുഡ് കഴിക്കാനുള്ളൊരു പാടാണ് കേട്ടോ. എല്ലാ കുട്ടികളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ഇവരിപ്പോൾ ഭയങ്കര മടിയായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് റിസ്ക് എടുക്കണം കുറച്ച് ചായയും ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മെമ്പേഴ്സ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.
ഇംഗ്ലീഷിലും റെഡ്, മലയാളത്തിൽ യെസ് വെരി ഗുഡ്. ഞാൻ കഴിച്ചുവിടുന്നാള്. അപ്പോൾ അവനിതാ റെഡ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടെടുത്ത് അവനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. നമുക്ക് കുറച്ച് താഴോട്ട് ഇറങ്ങണം. അപ്പം ഞാൻ വണ്ടിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ ഓരോന്ന് ശരിയാക്കി കൊടുക്കലും ഉമ്മാൻ്റെതായിട്ടുള്ളൊരു ശരിയാക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ നേരെ സ്റ്റോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ബസ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു. അപ്പോൾ എന്നാലും അവനെ പറഞ്ഞു വെച്ചതിന് ശേഷം ഞാനിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ ഇക്ക പോകുന്ന തിരക്കാട്ടോ. അപ്പം ഇക്ക പോയിട്ടൊക്കെ വേണം ബാക്കിയുള്ള നമ്മളെ പരിപാടികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മോർണിംഗ് ജസ്റ്റ് ചായയോ അല്ലെങ്കിൽ ഡ്രിങ്ക് എന്തെങ്കിലും കുടിച്ചതിന് ശേഷം ഹസൂട്ടി സ്കൂളൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കൽ കേട്ടോ മോർണിംഗിൻ്റെ. കാരണം അവനെ പറഞ്ഞേക്കണു ബാക്കിയുള്ള കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ടൈം കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കൽ കേട്ടോ. അതിന് ശേഷം അലക്കാളൊക്കെ നമ്മൾക്ക് വാഷിംഗ് മെഷീനിലിട്ടൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് മഴയില്ലായിരുന്നു. അപ്പോൾ മോർണിംഗ് ജസ്റ്റ് അതൊന്ന് പുറത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ട് നിന്നതാണ്. എവിടെ ഇതിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നല്ലൊരു മഴയായിട്ട് പെയ്തിട്ടോ. എൻ്റെ ഈ ഇടൽ വെറുതെ ഒരു പണിയായിട്ട് മാറി. ചിലപ്പോൾ അങ്ങനെയല്ലേ, നമ്മൾ നല്ല വെയിൽ തക്കൊക്കെ കണ്ടിട്ട് പുറത്തിടുമ്പോൾ നമ്മൾ ജസ്റ്റ് അതിട്ട് അകത്തേക്ക് കയറാനുള്ള ഗ്യാപ്പ് കൊണ്ട് ഒരു മഴയായിട്ട് പെയ്യും. അപ്പോൾ ഇതെന്തായാലും ഞാൻ വേഗം പോയി എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അലക്കലും ചിക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ഇഷ്ടതാ ഞാൻ ഉപ്പേരിക്കെല്ലാം അരിഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളിവിടെ മിക്സ് ആയിട്ടാണ് കൂടുതൽ ഉപ്പേരി വെക്കാറ്. ഇത് ക്യാരറ്റും നമ്മുടെ പയറൂടി മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് വെക്കുന്നത്. അങ്ങനെ എല്ലാം നമ്മുടെ അടുത്ത് എന്തൊക്കെയാണോ വെജിറ്റബിൾ ഉള്ളത് അതെല്ലാം കൂടിയിട്ട് മിക്സ് ആയിട്ടാണ് നമ്മൾ അപ്പം നമ്മളിതാ ഈവനിങ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരുന്നപ്പോൾ ഇക്കാക്ക് ജലദോഷവും അസുവിനൊക്കെ ഓരോ ഇതാണ്. അപ്പോൾ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ നമ്മുടെ നാട്ടിലുള്ള അടിപൊളി ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്ന. ഏറ്റവും കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കട്ടെ. താഴേക്ക് വീണാൽ എവിടെ എത്തിക്കാം ഒരു പൊടി പോലും കിട്ടൂല കേട്ടോ. വണ്ടിയിൽ ഏറ്റവും ടോപ്പിലിങ്ങനെ ഇരിക്കുകയാണ് കാലും വെച്ചിട്ട്. ഇക്കാ എന്താണ് മെച്ചിക്കില്ല ഒന്ന് കൊണ്ടടാ. ഇക്ക ഇതിലും ചെറിയ പീസ് കിട്ടാൻറ്റേക്കാരല്ലേ. എനിക്കൊരു ലൈസ് തന്നതാ കണ്ടില്ലേ ഗൈസ്. ഉമ്മിക്കൊന്നുണ്ടടാ. സ്നേഹമുള്ള ഭർത്താക്കന്മാർ ഒരു പാക്കറ്റൊക്കെ വാങ്ങിക്കൊണ്ടല്ലോ. അതിനുശേഷം ഞങ്ങൾ രാത്രി തട്ടുകടയിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കൊണ്ട് തിന്ന് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ തട്ടുകടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഹസുട്ടിക്ക് ഉറക്കം വരുന്നുണ്ട് പറഞ്ഞിട്ട് ആളിത് അവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ ബൈക്കിൽ. അപ്പം നല്ലൊരു ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഇതായതിനു ശേഷം കോട്ട് ഊരിയതാണ്. നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ മുത്തബക്കും അതുപോലെ തന്നെ കപ്പ ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടാണ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഹസുട്ടിക്ക് വേണ്ടിയിട്ട് ബ്രോസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ 2 പീസിൻ്റെ ഒരു കോംബോ ബ്രോസ്റ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് തട്ടുകടയത്തെ ഫുഡാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങി. അസുട്ടിക്ക് മാത്രം ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മളിത് വാങ്ങിച്ചതാണ് കേട്ടോ. ആൾക്ക് ഇടയ്ക്ക് ബ്രോസ്റ്റ് വേണമെന്ന് അറിയപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു കോംബോ വരുന്നുണ്ടല്ലോ അപ്പം അത് വാങ്ങിച്ചു കൊടുക്കും. ആളാഗ്രഹം സാധിച്ചു കൊടുക്കും. അപ്പം ഇന്നെന്തായാലും ഇക്ക വന്ന് നമ്മളിങ്ങനെ ഒരു ഡേ ഫുള്ളിങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഹസുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൺഡേ ആകുന്നത്. കാരണം അവൻ്റെ പപ്പായുടെ കൂടെ മാക്സിമം എൻജോയ് ചെയ്യും കേട്ടോ. പിന്നെ ഉമ്മ ഇവിടെ വന്നതിൻ്റെ ശേഷം ഇതാ എന്തോ ഒരു ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ കപ്പ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുത്തബക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടിയായിട്ട് നമ്മളെല്ലാവരും ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അടുത്തൊരു വീഡിയോ തന്നെ. ബായ്.